പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ മനോഹര നിമിഷത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും നിങ്ങളുമായി ഒരുമിച്ച് പ്രഭാത ചിന്ത പങ്കിടുവാൻ സർവകൃപാലുവായ ദൈവത്താൽ ഒരുക്കപ്പെട്ട നല്ല സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഓരോ ദിവസവും പ്രഭാത ചിന്തകൾക്കായി പ്രാർത്ഥിക്കുകയും ആഗ്രഹത്തോടെ കാത്തിരിക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മളുടെ യാക്കോബിൻ്റെ ലേഖന പഠന പരമ്പരയിലേക്ക് പ്രവേശിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനത്തിൻ്റെ ആ പഠന പരമ്പരയിൽ ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് യാക്കോബ് അപ്പോസ്തലൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. നിങ്ങളെൻ്റെ ഈ ഫ്ലയർ ആയതിൻ്റെ തംബ്ലൈൻ നോക്കിയാൽ അറിയാം, അത് ഞാൻ കൊടുത്തിരിക്കുന്ന ഒരു തലവാചകം കണ്ണാടിയിൽ നോക്കുന്നവൻ എന്നാണ്. ഈ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രധാനപ്പെട്ട പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, കേൾക്കുക. 2, ചെയ്യുക. 3, ആത്മീയത. കേൾക്കുക പ്ലസ് ചെയ്യുക = ആണ് ആത്മീയത എന്ന് പറയുന്നത്. അതിൽ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ പറയാം. നമ്മുടെ ഓരോ ദിവസത്തെയും ഷോർട്ട് മെഡിറ്റേഷൻ മെസ്സേജ് ആയതുകൊണ്ട് തന്നെ ദൈർഘ്യം ഇല്ലാത്തതായതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഈ മെസ്സേജ് പൂർണ്ണമായി കേൾക്കുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിന് ലൈക്ക് തരികയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുവാൻ ദൈവനാമത്തെ ഓർപ്പിക്കുന്നു. പ്രത്യേകിച്ചും എൻ്റെ ചാനലുകളായ യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ഒന്ന് ഫോളോയും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് കൽപ്പനയാണ്. ഈ കൽപ്പനയ്ക്കകത്ത് 3 കൽപ്പനകൾ യാക്കോബ് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത്, കേൾപ്പാൻ വേഗത. 2, പറയാൻ താമസം. 3, കോപത്തിന് താമസം. അപ്പോൾ 3 പ്രധാന കാര്യങ്ങൾ ഒന്നാമത്തെ പോയിന്റിൽ കാണുന്നു. ഒന്ന്, കൽപ്പനയ്ക്കകത്ത് 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അതിൽ കേൾപ്പാൻ വേഗത ഉണ്ടായിരിക്കണം എന്ന് യാക്കോബ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നു. രണ്ടാമത്, അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത് പറയാൻ താമസമുണ്ടായിരിക്കണം എന്നുള്ളത്. 3, കോപത്തിന് താമസമുണ്ടായിരിക്കണം എന്നാണ്. എന്നാൽ ഒരു മാനുഷികമായ നിലയിൽ പലപ്പോഴും ഈ 3 കാര്യങ്ങളിൽ ആദ്യത്തെ ഒരു കാര്യം അല്പം പാലിക്കപ്പെട്ടുവെങ്കിലും രണ്ടാമത്തെ 2 കാര്യങ്ങൾക്ക് പലരും ഫെയിലാണ്. അപ്പം അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കാതെ വരികയാണ്. നമ്മുടെ കോപം, നമ്മുടെ രീതികൾ ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിക്കാതെ വരികയാണ്. ഇവിടെ നാം അറിയേണ്ട കാര്യം 3 പോയിന്റിൽ ഒന്നാമത്തത് കൽപ്പനയാണ്. ആ കൽപ്പനയ്ക്കകത്ത് 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആ 3 കാര്യങ്ങളിൽ നമ്മൾ അത് പാലിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്താൽ ജീവിതം ധന്യകരമായി തീരുവാനിടയായിത്തീരും. രണ്ടാമത്തെ പോയിന്റ്, വചനം നടുന്ന ഒരു വിത്താണ്, സീഡ്. 1:21. അതെങ്ങനെയാണ് നാം വചനം കൈക്കൊള്ളേണ്ടത്? വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് സൗമ്യതയോടെ വചനം കൈക്കൊള്ളണം എന്നാണ്. അപ്പം നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് നാം എപ്പോഴും സൗമ്യതയോടെ ദൈവത്തിൻ്റെ വചനം കൈക്കൊള്ളണം എന്നാണ്. ഇതിൻ്റെ അകത്ത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്
യഥാർത്ഥ ഭക്തിയാണ്. യഥാർത്ഥ ഭക്തി. യഥാർത്ഥ ഭക്തി എന്ന് പറയുമ്പോൾ 1:27 നാം വായിക്കുന്നത്, അനാഥരെയും വിധവമാരെയും ചെന്ന് കാണുക, ലോകത്തിൻ്റെ കറ പറ്റാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അനാഥരെയും വിധവമാരെയും ചെന്ന് കാണുക, ലോകത്തിൻ്റെ കറ പറ്റാതെ സൂക്ഷിക്കുന്ന ഒന്ന്. ഈ 1-ാം അധ്യായം 19 മുതൽ 27 വരെയുള്ള വാക്യങ്ങളുടെ ഒരു ചെറിയ വിശകലനമാണ് നമ്മളിവിടെ കേട്ടത്. നാം ഇവിടെ കണ്ടത് കേൾക്കുക, ചെയ്യുക, അതിൻ്റെ ആത്മീയ തലം, ഈ 3 കാര്യങ്ങൾ. ഈ 3 കാര്യങ്ങളിൽ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയതിൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനും കൂടെ പറഞ്ഞ് ഈ പ്രഭാതത്തിൽ ഈ ദൂതിന് ഞാൻ വിരാമം കുറിക്കും. യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, 4-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, യഹോവ ഭക്തനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നു എന്നറിയുക. ഈ ഭക്തനെ നമുക്ക് 2ആയിട്ട് തിരിച്ച് പഠിക്കുവാൻ കഴിയും. ഒന്ന്, ഭക്തൻ. ഭക്തൻ്റെ ഇപ്പുറത്തൊരായും കൂടി ഇട്ടാൽ അഭക്തൻ. ആരാണ് ഭക്തൻ? ആരാണ് അഭക്തൻ? അഭക്തൻ ആരാണെന്ന് ചോദിച്ചാൽ വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു അഭക്തൻ്റെ ചിത്രമുണ്ട്. ഒരു ഊണിന് തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തൻ എന്ന. ദൈവകൃപ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ അഭക്തൻ്റെ ഗണത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. എന്നാൽ ഭക്തൻ ആരാണ്? 50-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീനെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഈ പറയപ്പെട്ട ആത്മീയ സന്ദേശം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്തേക്ക് അന്വർത്ഥമാക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രഭാത സന്ദേശം ഞാനിവിടെ നിർത്തുകയാണ്. ഓരോ ദിവസവും പ്രഭാത സന്ദേശം കേൾക്കുകയും പ്രോത്സാഹനം തരികയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയംഗമായ നന്ദിയും വന്ദനവും രേഖപ്പെടുത്തുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ഈ സന്ദേശങ്ങൾ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ജീവിതത്തിൽ വലിയ രൂപാന്തരവും മാറ്റവും അനുഗ്രഹവും നേട്ടങ്ങളും ഒക്കെ കൈവരിപ്പാൻ പരിശുദ്ധാത്മാവിടയാക്കണം. സകലമാനവും മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവൽ. താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.